പോയിന്റ് ആയിരിക്കുന്ന നീയും ഞാനും തമ്മിൽ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ച ഒരു സ്ഥലം നിന്റെ ജീവിതത്തിലുണ്ട്. ബേഥേൽ എന്നാണ് നിന്റെ പേര്. നീ അവിടേക്ക് പോകണം എന്ന് ദൈവം ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഭാഗം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 17 മുതലുള്ളതായ വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 28-ാം അധ്യായത്തിൽ നാം കാണുന്ന കാര്യം, യാക്കോബ് തന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. പുറത്താക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല, എന്നാൽ മാതാപിതാക്കൾ തന്നെ നിർബന്ധിച്ച് അമ്മാച്ചന്റെ വീട്ടിലേക്ക് വിടുകയാണ്. കാരണം ഏശാവ് തീരുമാനിച്ചിട്ടുണ്ട് തന്റെ അനുഗ്രഹങ്ങൾ, തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഉപായത്താൽ യാക്കോബ് കൈവശമാക്കിയെന്ന് താൻ തിരിച്ചറിയുമ്പോൾ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം യാക്കോബിന് വകവരുത്തുവാനുള്ള പദ്ധതിയുമായിട്ട് ഏശാവ് നീങ്ങുന്നു എന്ന് മാതാവ് അറിഞ്ഞപ്പോൾ പിതാവിന്റെ സമ്മതത്തോടുകൂടെ അവനെ ആ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയാണ്. അനുഗ്രഹങ്ങളെല്ലാം തന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ആ പ്രത്യേക ദിവസം യാക്കോബിന് തന്റെ വീട് വിട്ടുപോയേ മതിയാകും. ഇന്നലെ വരെ അവന്റെ ആവശ്യങ്ങൾക്കെല്ലാം സഹായിക്കുന്ന മാതാവും പിതാവും ഒക്കെ അവരുടെ വീട്ടിലുണ്ട്. അവന് തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്ന മാതാവുണ്ട്. അവനോട് വളരെ പ്രീതിയുള്ള ഒരു സ്ത്രീയായിരുന്നു റിബേക്ക എന്നതിന്റെ മാതാവ്. അപ്പൊ തന്നെ അവന് കിടക്കാൻ ഒരു വീടുണ്ട്. എന്നാൽ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വളരെ ദൂരെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള അമ്മാച്ചന്റെ ഭവനത്തിലേക്ക് താൻ പോകുമ്പോൾ ആ ഭവനത്തിൽ ചിലപ്പോൾ പോയിട്ടില്ലായിരിക്കാം. കാരണം അന്നത്തെ കാലം ഇന്നത്തെ കാലത്തെ പോലെ വാഹന സൗകര്യങ്ങളുള്ള കാലഘട്ടമല്ല. അപ്പൊ അതുകൊണ്ട് നടന്നു പോയിക്കുന്ന ആ സന്ദർഭത്തിൽ നമുക്കറിയാം, പല ദൈവദാസന്മാരിലൂടെയും ഈ ദൈവജനം പല പ്രാവശ്യം വായിച്ചതിലൂടെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. യാക്കോബ് അമ്മാച്ചന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. എവിടേക്കാ പോകുന്നതെന്നും എന്നാ മടങ്ങി വരുന്നതെന്നും ഇനി എന്തെങ്കിലും ഒരിക്കൽ തന്റെ നാട്ടിലേക്ക്, തന്റെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് തനിക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്നും യാക്കോബിന് സംശയമുണ്ട്. എന്നാൽ 28-ാം അധ്യായത്തിൽ നാം കാണുന്നത് വളരെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ തനിക്ക് കയറി കിടക്കാൻ ഒരു വീട് തനിക്കില്ല, തനിക്ക് സ്നേഹിതരാരുമില്ല, തനിക്ക് അറിയാവുന്ന ആളുകൾ ആരുമില്ല. ആ സ്ഥലത്ത്, ആ വിജനമായ സ്ഥലത്ത് അത് തനിക്ക് കിടക്കാനായിട്ടൊരു പുതപ്പ് പോലും ഇല്ല. അതെ, തന്റെ തല ഉയർത്തി വെക്കാനായിട്ടൊരു തലയിണ തനിക്കില്ല. അവിടെ നാം കാണുന്നത് ഒരു കല്ല് താൻ തലയിണയാക്കി വെച്ചിട്ട് താൻ അവിടെ കിടന്നുറങ്ങാനായിട്ട് തീരുമാനിക്കുക. നോക്കുക, ഇന്നലെ വരെ യാക്കോബിന്റെ ജീവിതത്തില് അതെ തനിക്ക് ഒരു മേൽക്കൂരയ്ക്ക് കീഴെയായിരുന്നു താൻ താമസിച്ചിരുന്നത്. സുഖകരമായിരിക്കുന്ന മെത്ത തനിക്കുണ്ടായിരുന്നു, ആടുമാടുകൾ, ആഹാര വസ്തുക്കൾ എല്ലാം തനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി, വാഗ്ദത്തങ്ങൾ മാത്രം കൈമുതലായിട്ട് കാണപ്പെടാത്തൊരു സ്ഥലത്തേക്കുള്ള യാത്രയിൽ ആ രാത്രി യാക്കോബ് കിടക്കുമ്പോൾ ഈ വിശാലമായ ആകാശം, മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്നത് പോലെ യാക്കോബിന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ യാക്കോബ് കടന്നു പോവുകയാണ്. അതെ, തനിക്ക് പുതയ്ക്കാൻ പുതപ്പില്ല. രാത്രിയിൽ മൃഗങ്ങൾ ഒരുപക്ഷെ തന്നെ ആക്രമിച്ചേക്കാം. എഴഞ്ഞു കിടക്കുന്ന സർപ്പങ്ങൾ ഒരുപക്ഷെ തന്നെ കൊന്നേക്കാം. അല്ലെങ്കിൽ ആ നാട്ടിലുള്ള തസ്കരന്മാർ, കൊള്ളക്കാർ തന്റെ ജീവൻ അപകടത്തിലാക്കിയേക്കാം. അതുകൊണ്ട് തനിക്ക് ഉറങ്ങാൻ കഴിയുമോ എന്നതിന് സംശയമുണ്ട്. മാത്രമല്ല, ഒരു കല്ല് തലയിണാക്കി വെച്ച് എങ്ങനെ ഉറങ്ങാൻ കഴിയും? കല്ലിനകത്ത് എല്ലാം സ്മൂത്ത് ആയിരിക്കണമെന്നില്ല. പല ഭാഗങ്ങളും പരിവരുത്ത മൂർച്ചയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോൾ കിടക്കാൻ തന്നെ പാടാണ്. അങ്ങനെ തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോൾ അതിന്റെ മൂർച്ച കൊണ്ട് തനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിൽ വളരെ സ്ട്രെയിഞ്ചായ, വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. താൻ സുഖമായി ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ താൻ കാണുന്ന ഒരു കാഴ്ച നാം ധാരാളം പ്രാവശ്യം പാട്ടിലൂടെയും അല്ലാതെയും ഒക്കെ നാം കേട്ടിട്ടുള്ള ആ സംഭവം ഇവിടെ എന്താ കാണുന്നേ? താങ്കളുടെ ഒരു കോവണി കാണുകയാണ്. ആ കോവണിയിലൂടെ ദൈവദൂതന്മാര് ഇറങ്ങുകയും കയറുകയും ചെയ്യുകയാണ്. അത് നമുക്കറിയാം, നേഴ്സസ്, വാച്ച്മാൻമാര്, പോലീസ് ഉദ്യോഗസ്ഥര്, കാവൽക്കാര്, ഇവർക്കൊക്കെ ടൈമുണ്ട്. ഓരോ ടൈമിങ്ങിലാണ് അവർ നിൽക്കുന്നത്. രാത്രിയിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടൈമിനനുസരിച്ച് ഇവിടെ നോക്കുക, യാക്കോബ് കാണുന്നത് ദൈവദൂതന്മാർ ഇറങ്ങുന്നു, കയറുന്നു. അതെ, ഈ രാത്രി അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഏത് സമയമാണെങ്കിലും മനസ്സിലാക്കണം,
34 സങ്കീർത്തനത്തിൽ അതിന്റെ 7 വാക്യത്തിൽ ഒരു വാക്യം ഇനിയുണ്ട്. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവർ വിടുവിക്കുന്നു. നോക്കുക, മാതാവ് അടുത്തില്ല, പിതാവ് അടുത്തില്ല. ഇന്നലെ താമസിച്ചുകൊണ്ടിരുന്ന, കഴിഞ്ഞ നാളുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഭവനം വിദൂരത്തിലായിരിക്കുന്നു. ഒന്നുമില്ലാതെ ഒരു കല്ലിന്റെ പരിവരിപ്പിന്റെ മേൽ ഉറങ്ങുവാൻ കിടക്കുന്ന യാക്കോബിന് വേണ്ടി മയങ്ങാത്ത, ഉറങ്ങാത്ത, ഉറക്കം തൂങ്ങാത്ത ഇസ്രായേലിന്റെ പരിപാലകനായ അവന്റെ പിതാവ്, അവന്റെ സാക്ഷാൽ പിതാവ് മഹാദൈവം ഉറക്കമില്ലാത്തത് തന്റെ ദൂതന്മാരെ യാക്കോബിന് വേണ്ടി അയക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ആ കോവണിക്കയുടെ മേളിൽ നിന്നുകൊണ്ട് സാക്ഷാൽ മഹാദൈവം അവനോട് അരുളി ചെയ്യുന്നുണ്ട്. അതെ, നീ ഭയപ്പെടണ്ട. നീ കാലുകുത്തിയിരിക്കുന്ന ഈ ദേശം, അല്ലെങ്കിൽ നീ കിടന്നുറങ്ങുന്ന ഈ ദേശത്തെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായിട്ട് തരും. നീ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നീ പരക്കും. നിന്നോടുള്ള വാഗ്ദത്തങ്ങളെല്ലാം ഞാൻ നിവർത്തിക്കും. ഞാൻ നിന്നെ ഈ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ട് വരുത്തും എന്നെല്ലാം വ്യക്തമായി സംസാരിക്കുന്ന ശബ്ദം കേട്ട് താൻ ഉറങ്ങുകയാണ്. താൻ ദർശനം കാണുകയാണ്. പിറ്റേന്ന് പ്രഭാതത്തിൽ അതിന്റെ 17 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പിറ്റേന്ന് പ്രഭാതത്തിൽ താൻ പറയുന്ന ചില പ്രസ്താവനകളുണ്ട്. താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് യഹോവയുടെ വാതിലല്ലാതെ, ഇത് യഹോവയുടെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് താൻ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതെ, താൻ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ ഈ സ്ഥലത്തുണ്ടായിരുന്നു സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ, നിങ്ങളുടെയും ജീവിതത്തിൽ ഏകാന്തരായിപ്പോയി, ആരുമില്ല, ആരും സഹായിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിന്റെ കരങ്ങളില്ല. അതെ, ആവർത്തന പുസ്തകം 33:27 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, സഹോദരി, പ്രിയപ്പെട്ട വ്യക്തിത്വം, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അതെ, മഹാദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങൾക്ക് ഉള്ളിലാണ്, അവന്റെ കരങ്ങളുടെ, നിങ്ങളുടെ ജീവിതത്തിന് കീഴെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് അവന്റെ കൈകൾ ഉണ്ട്. അവന്റെ സുരക്ഷിതത്വത്തിന്റെ അകത്താണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. യഹോവ ഈ സ്ഥലത്തുണ്ടായിരുന്നു സത്യം, ഞാനത് അറിഞ്ഞില്ല എന്ന് യാക്കോബ് പറയുക മാത്രമല്ല, താൻ തലയണയാക്കി വെച്ചതായിട്ടുള്ള ദൈവത്തിന്റെ തന്നോടുള്ള വാഗ്ദത്തങ്ങൾ തനിക്ക് ധൈര്യമായി, തനിക്ക് ഉറപ്പായി, അതെ, ഈ യാത്രയിൽ എനിക്കൊരനർത്ഥം സംഭവിക്കത്തില്ല, ഒരു കൊള്ളക്കാരും എന്നെ തകർക്കത്തില്ല, ഒരു കാട്ടുമൃഗവും അല്ലെങ്കിൽ ഒരു മൃഗങ്ങളും തന്നെ നശിപ്പിക്കത്തില്ല. അതെ, എന്നെ നടത്തുന്ന, എനിക്ക് കഴിഞ്ഞ രാത്രി ഒരു ദർശനം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രി എന്റെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയമില്ല. എങ്കിലും താൻ അവിടെ വെച്ച് ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അതെ, താന് തലയണയായി വെച്ചതായ ആ കല്ലെടുത്ത് തൂണാക്കി നിർത്തിയിട്ട് താൻ അതിന്റെ മേലെ എണ്ണ ഒഴിച്ചിട്ട് താൻ ദൈവത്തോട് ഒരു നേർച്ച നേരുന്നത്, ഒരു ഉടമ്പടി ചെയ്യുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവൻ ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ, ഞാൻ പോകുന്ന ഈ യാത്രയിൽ നീ എന്റെ കൂടെ ഇരിക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും ഞാൻ പോകുന്ന എല്ലായിടത്തും എന്നെ അനുഗ്രഹിക്കുകയും തിരിച്ച് എന്നെ എന്റെ നാട്ടിലേക്ക്, ഈ നാട്ടിലേക്ക്, ഇന്ന് ഒന്നുമില്ലാതെ ഞാൻ പോകുന്ന, അല്ലെങ്കിൽ എല്ലാം കളഞ്ഞിച്ചു പോകുന്ന ഈ നാട്ടിലേക്ക് എന്നെ മടക്കി വരുത്തുകയും ചെയ്താൽ നീ എന്റെ ദൈവമായിരിക്കും. അതെ, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് 10-1 നൽകും എന്നൊരു ഉടമ്പടി യാക്കോബ് അവിടെ വെച്ചെടുക്കുന്നു. ഇന്നലെ വരെ അബ്രഹാമിന്റെ, തന്റെ വല്യപ്പന്റെ ദൈവം, തന്റെ പിതാവ് ഇസ്ഹാക്കിന്റെ ദൈവം എന്നൊക്കെയാ ദൈവത്തെ യാക്കോബ് അഭിസംബോധന ചെയ്തിരുന്നു. എന്നാൽ 28-ാം അധ്യായത്തിൽ എന്റെ ദൈവം ആണ് നീ, അതെ, ഞാൻ ദൈവമായിട്ട് ഒരു ഉടമ്പടി താൻ ചെയ്യുകയാണ്, താൻ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. മാത്രമല്ല, താൻ ദൈവമായിട്ട് കൂട്ടിമുട്ടിയ, ദൈവമായിട്ട് സംസാരിച്ച, അല്ലെങ്കിൽ ദൈവം തന്നോട് ഇടപെട്ട ആ സ്ഥലത്തിന് താൻ ഒരു പുതിയ പേര് വിളിക്കുന്നുണ്ട്. അതിന് ബേഥേൽ എന്ന പേര്. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ ബേഥേൽ എന്ന് ആ സ്ഥലത്തിന് പേര് വിളിക്കുന്നു നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ പേര് ലൂസ് എന്ന് പറയും. അതെ, ദൈവമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിത്വം, അതെ, ദേശം എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തായിക്കൊള്ളട്ടെ, അതെ, ആ അവസ്ഥയെ നോക്കിക്കൊണ്ട്, ആ നെഗറ്റീവിനെ നോക്കിക്കൊണ്ട്, ആ പരാജയത്തെ നോക്കിക്കൊണ്ട്, അതെ, വിജയത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുവാൻ ഓരോ ദൈവ പൈതലിനും ധൈര്യം നൽകുന്ന ആ അനുഭവമാണ് യാക്കോബിന്റെ ജീവിതത്തിൽ കാണുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതികൂലമാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്, പ്രതിസന്ധികളാണ് മുന്നിൽ കാണുന്നത്. എന്നാൽ
ആ പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം, ഇല്ല, ഇതിനെ അനുകൂലമാക്കുവാൻ, ഈ കാറ്റിനെ അടക്കുവാൻ, ഈ തിരമാലകളെ ശാന്തമാക്കുവാൻ, ഈ ചുഴലിക്കാറ്റുകളെ ഇല്ലാതെയാക്കാൻ, അല്ലെങ്കിൽ ഈ ചുഴലിക്കാറ്റുകളുടെ നടുവിൽ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കാരണം നഹൂം പ്രവചനത്തിന്റെ 1:3 ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയ്ക്ക് ചുഴലിക്കാറ്റിനകത്തും കൊടുങ്കാറ്റിനകത്തും വഴിയുണ്ട്. കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും തകർത്ത് നശിപ്പിക്കുന്ന കാറ്റാണ്. ചുഴലിക്കാറ്റ് സകലത്തിനെയും ചുരുട്ടിയടിക്കുന്ന കാറ്റാണ്. എന്നാൽ ദേവദാസനായിരിക്കുന്ന ഏലിയാവ് അഗ്നിരഥങ്ങളുടെയും അഗ്നി അശ്വങ്ങളുടെയും അകമ്പടിയോടുകൂടെ, അല്ലെങ്കിൽ ആ അഗ്നിരഥങ്ങൾക്കുള്ളിൽ, അഗ്നിയാശ്വങ്ങൾ വലിക്കുന്ന അഗ്നിരഥങ്ങൾക്കുള്ളിൽ സ്വർഗത്തിലേക്ക് എടുക്കുന്ന മനോഹരമായ ഒരു കാഴ്ച, എടുക്കപ്പെടുന്ന മനോഹരമായ ഒരു കാഴ്ച 2 രാജാക്കന്മാർ 2:11 ഏലീശ അതിന് സാക്ഷിയാണ്. ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ താന് ഭൂമിയിൽ നിന്ന് ആ രഥത്തിലേക്ക് കയറുന്നത് ചുഴലിക്കാറ്റിലാണ്. അതെ, 2 രാജാക്കന്മാർ 2:11 നമ്മൾ വായിക്കുന്നു. അനേകരുടെ ജീവിതത്തെ ചുഴറ്റിയടിച്ച ചുഴലിക്കാറ്റുകൾ, അനേക കുടുംബങ്ങളെ പതർപ്പിച്ചു കളഞ്ഞ, ചുഴറ്റിയടിച്ചു കളഞ്ഞ, അനേക മല്ലന്മാരെ വീഴ്ത്തിക്കളഞ്ഞ ചുഴലിക്കാറ്റ് ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ, ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവന് പുതിയൊരു തരത്തിലേക്ക്, സ്വർഗീയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു അടിസ്ഥാന കാരണമായിട്ട്, അല്ലെങ്കിൽ ഒരു വാഹനമായിട്ട് മാറിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദന, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരുന്ന പ്രതിസന്ധികളുടെ നടുവിലൂടെ ഒരു വഴി, യഹോവയ്ക്ക് വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ആ പ്രതികൂലങ്ങൾക്കകത്ത് തന്നെ ഒരുക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ഇന്നലെ വരെ മോശയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഈ ചെങ്കടൽ, ആരും ചെങ്കടലിന് അപ്പുറത്തേക്ക് പോയിട്ടില്ല. ചെങ്കടലിലൂടെ നടന്നു പോകാൻ ഒരു വള്ളവും, അല്ലെങ്കിൽ കടന്നു പോകാനായിട്ട്, ചെങ്കടൽ കടക്കാനായിട്ട് ഒരു വള്ളവും, ഒരു പടകും, ഒരു കപ്പലും ആ നാള് വരെ ആരും ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ആ വഴിയുടെ ആഴത്തിൽ ഉണങ്ങിയതായൊരു നിലം കൊടുത്ത, പുറപ്പാട് പുസ്തകം 14 വായിക്കുന്ന പോലെ ഉണങ്ങിയ നിലം കാട്ടിക്കൊടുത്ത മഹാദൈവത്തെ പോലെ, ആ ദൈവത്തിന്റെ പ്രവൃത്തി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവം മതിയായതാണ്. അനേകത്തിൽ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ യാക്കോബ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് ഇറങ്ങിപ്പോയ ഒരു സ്ഥലമാണ് ബേഥേൽ. എന്നാൽ താൻ ലാബാന്റെ വീട്ടിലേക്ക് പോയി. അവിടെ തനിക്ക് അനുഗ്രഹങ്ങളുണ്ടായി, തനിക്ക് ഭാര്യമാരുണ്ടായി. അത് 2 ഭാര്യമാർ, തനിക്ക് ലേയ എന്നും റാഹിൽ എന്നും പേരുള്ള 2 ഭാര്യമാർ. അതുപോലെ തന്നെ അവരുടെ ദാസിമാരായിരിക്കുന്ന 2 സഹോദരിമാർ. അതെല്ലാം അവർക്കുണ്ട്, തനിക്കുണ്ട്. 12 മക്കൾ തനിക്കുണ്ട്. ധാരാളം മൃഗസമ്പത്തുകൾ, ഒട്ടകങ്ങൾ, ആടുമാടുകൾ എല്ലാം ഉണ്ട്. വളരെ സമ്പന്നനായിട്ടാണ് മടങ്ങി വരുന്നത്. എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകം 32 ദൈവമായിട്ടൊരു ഉടമ്പടിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു, ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. തിരിച്ച് യാക്കോബ് കടവ് താൻ കടക്കുമ്പോൾ, 32 അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്ന കാര്യം നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് അവൻ തിരിച്ച് തന്റെ പിതൃദേശത്തേക്ക് കാലുകുത്തുന്നു. 33-ാം അധ്യായത്തിൽ തന്റെ ഉടമ്പടിയുടെ സ്ഥലമായിരിക്കുന്ന ബേഥേലിലേക്ക് യാക്കോബ് മടങ്ങിപ്പോകുന്നതും കാണുന്നില്ല. എന്നാൽ 34-ലേക്ക് വരുമ്പോൾ തന്റെ കുടുംബത്തിൽ താൻ ശേഖേമിൽ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. ശേഖേമിന്റെ സുഖസൗകര്യങ്ങളിൽ, ശേഖേമിന്റെ നന്മകളിൽ, ശേഖേമിന്റെ മോടികളിൽ താൻ കറങ്ങുകയാണ്. തന്റെ മകളായിരിക്കുന്ന ദീന കന്യകമാരെ കാണുവാൻ, ഇന്നത്തെ നിലയിൽ സല്ലപിക്കുവാൻ, ലോക മോഹങ്ങളിലേക്ക് ഇറങ്ങുവാൻ അവൾ ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അവൾ മറ്റൊരുത്തിന്റെ പാളയത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ആ നിലയിൽ യാക്കോബിന്റെ മകളെ നഷ്ടപ്പെടുകയാണ്. ആ വിഷയത്തിൽ തന്റെ ആൺമക്കൾ കൊലപാതകികളായി മാറുകയാണ്. തന്റെ കുടുംബം മുഴുവനും ക്രിമിനൽ കേസിൽ പ്രതികളായി, അത് അല്ലെങ്കിൽ കൊല്ലപ്പെടുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവിടുത്തെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുവാനുള്ള സാധ്യത, കൂടുതലും കൊല്ലപ്പെടുവാനുള്ള സാധ്യത, എന്നേക്കുമായി യാക്കോബിന്റെ വംശം തന്നെ നശിച്ചു പോകുവാൻ ഒരു കാരണമായി മാറുകയാണ്. തന്റെ വാഗ്ദത്തങ്ങൾ എവിടെയാണ്? തന്നോട് ദൈവം പറഞ്ഞ അരുളപ്പാടുകൾ എവിടെയാണ്? അവൻ ഭാരപ്പെടുകയാണ്. എന്നാൽ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം തന്നോട് സംസാരിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളോട് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില സാഹചര്യങ്ങൾ ദൈവം ഒരിക്കലും കുറ്റക്കാരനല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ചില പാളിച്ചുണ്ടെന്നത് അതിൽ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ, ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയാതെ നാം പരാജയപ്പെട്ടു പോകുന്ന ചില മേഖലകളിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ, ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയാതെ, കൂട്ടായ്മ കൂടാൻ ആളുമില്ലാതെ നാം ഭാരപ്പെടുമ്പോൾ
സാക്ഷാൽ ദൈവം നമ്മെ തേടി വരുന്ന ദൈവമാണ്. യാക്കോബിനോടും ദൈവം സംസാരിക്കുകയാണ്. യാക്കോബെ, ഈ ശേഖരന്റെ പരിയമ്പറത്തിൽ കിടക്കുക അല്ല നിന്റെ ജീവിതം. അതെ, നിനക്കൊരു ബേഥേലുണ്ട്. ഞാനും നീയുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച, നീ എന്നോട് ഒരു ഉടമ്പടി ചെയ്ത ഒരു ബേഥേലുണ്ട്. യാക്കോബ് തിരിച്ചത്. യാക്കോബ് തന്റെ ഭാര്യമാരോടും തന്റെ കുഞ്ഞുങ്ങളോടും പറയുന്ന കാര്യം 35-ാം അധ്യായത്തിലുണ്ട്. നമുക്ക് ഷേഖനിലേക്ക് അല്ല ബേഥേലിലേക്ക് മടങ്ങിപ്പോകണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമല്ലാത്തൊരു സമയത്ത് ഇന്ന് എനിക്ക് ആടുമാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, മൃഗസമ്പത്തുകളുണ്ട്, ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ദാസിദാസന്മാരുണ്ട്, വലിയൊരു പ്രഭുവാണ് ഞാൻ. എന്നാൽ എന്റെ ജീവിതത്തിലെ പരാജയത്തിന്റെ കാരണം എവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമായിട്ട് കൂട്ടിമുട്ടിയ ഒരു ഇടം എനിക്കുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു ബേഥയിലുണ്ട്. ലൂസായിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന്, പരാജയമായിരുന്ന അനുഭവത്തിൽ നിന്ന് എന്റെ വിജയത്തിലേക്ക് നയിച്ച ഒരു പ്രതിഷ്ഠയുടെ, ഒരു നേർച്ചയുടെ, ഒരു ഉടമ്പടിയുടെ സ്ഥലം എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അവിടേക്ക് പോവുകയാണ്. യാക്കോബ് തന്റെ ഭാര്യമാരോട്, കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയുന്നു, അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. നോക്കുക, ഉടമ്പടിയുടെ സ്ഥലമായിരിക്കുന്ന ബേഥേലിലേക്ക് പോകുമ്പോൾ അഴിഞ്ഞാടി ജീവിക്കാൻ സാധ്യമല്ല. എങ്ങനെയും ജീവിക്കാൻ സാധ്യമല്ല. ഇന്നും പലപ്പോഴും പല ഉപദേശത്തിലും പല ദൈവദാസന്മാരും പലരും പല സഭകളും എങ്ങനെയും ജീവിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രസാദം ലഭിക്കുമെന്ന് ഉപദേശിക്കുന്നു. ദൈവജനത്തിലെ വ്യവസ്ഥകളുണ്ട്. 35-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. നിങ്ങൾ ശുദ്ധീകരിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം. ഇതിന് വചനം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയും. ഉടമ്പടിയുടെ സ്ഥലമായിരിക്കുന്ന ബേഥേലിലേക്ക് പോകുമ്പോൾ അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ആവശ്യമാണ്. നിങ്ങളുടെ വസ്ത്രം മാറേണ്ടത് ആവശ്യമാണ്. അതെ, യാക്കോബ് അങ്ങനെ തീരുമാനമെടുക്കുന്നു. തന്റെ ഭാര്യമാരും തന്റെ കുഞ്ഞുങ്ങളുമെല്ലാം തന്റെ ആ തീരുമാനത്തിന് ചുവടുകൾ വെക്കുകയും അല്ലെങ്കിൽ അനുസരിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അവരവിടെ നിന്ന് ബേഥേലിലേക്ക് പുറപ്പെടുന്നത് നമ്മളിവിടെ കാണും. തുടർന്നുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ അവർ പുറപ്പെടുമ്പോൾ ആ ദേശക്കാരും തന്നെ, ആ പട്ടണക്കാരും തന്നെ യാക്കോബിന്റെ പുത്രന്മാരെ ഭയപ്പെടുത്താൻ വരുന്നത്. സത്യത്തിൽ അവർ ക്രിമിനൽ കേസിലെ പ്രതികളാണ്. ആ ദേശക്കാരെ കൊന്നതിന് ഉത്തരവാദികളാണ്. അവരെ ജയിലിൽ പിടിക്കാനുള്ള നിയമങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഉടമ്പടിയുടെ സ്ഥലമായിരിക്കുന്ന ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് തിരിയുവാൻ തീരുമാനിക്കുന്നതിന് നേരെ ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിയ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥമായി ദൈവത്തിലേക്ക്, ദൈവിക വഴിയിലേക്ക്, ഒരു കാലത്ത് ദൈവമാരുണ്ടായിരുന്ന ഉടമ്പടിയിലേക്ക് യഥാർത്ഥമായി തിരിയുവാൻ ശ്രമിക്കുന്നവരെ ഒരു ശത്രുവിനും, ഒരു പിശാചിനും, ഒരു മനുഷ്യനും തടയുവാനായിട്ട് സാധ്യമല്ല. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. അതെ, യഹോവയിൽ നിന്ന് ഒരു ഭീതി ആ പട്ടണക്കാർക്ക് വന്നതുകൊണ്ട് യാക്കോബിന്റെ മക്കളെ പിന്തുടരുവാൻ ആരും തയ്യാറായില്ല എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതെ, യാക്കോബ് തന്റെ ഉടമ്പടിയുടെ സ്ഥലമായിരിക്കുന്ന ബേഥേലിലേക്ക് ചെന്ന് അവിടെ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നത് ആ 35-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ ഞാനിവിടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 76-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്. ഇതിന്റെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യും. നേരുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചില സാധനങ്ങൾ കൊടുക്കുക, എന്തെങ്കിലും കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയുള്ള കാരണം എന്താ? അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം പ്രസ്താവിക്കുന്നില്ല. എന്താ കാര്യം? അതെ, 24-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. എല്ലാം അവനിൽ നിന്ന് വരുന്നത് മാത്രമാണ്. മൊത്തം അവനിൽ നിന്ന് വരുന്നത്. അപ്പൊ അവനിൽ നിന്ന് കിട്ടിയതെടുത്ത് അവനെ കൊടുത്ത് അവനെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതല്ല നേർച്ച എന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവത്തോടുള്ള ഒരു ഉടമ്പടി, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, എന്റെ ദൈവവുമായിട്ട് എനിക്കുള്ള ശരിയായ ബന്ധം, ദൈവത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഞാൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില ജീവിത ക്രമീകരണങ്ങൾ, ഇതൊക്കെയാണ് നേർച്ച എന്ന നിലവിൽ ഉദ്ദേശിക്കുന്നത്. യാക്കോബ് അത് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അവന്റെ ജീവിതം അനുഗ്രഹിക്കുന്നതിന് കാരണമായിത്തീർന്നു. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒരിക്കൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദൈവത്തോട് ചില തീരുമാനങ്ങൾ പറഞ്ഞതിന് ശേഷം അതെ അതിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ട് അതെ ഇന്ന് ചില പരാജയങ്ങളിലൂടെ, ചില തകർച്ചകളിലൂടെ, ചില കുഴഞ്ഞു മറിഞ്ഞ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് എന്നിലൂടെ ആ ദേഷ്യം നിങ്ങളോട് പറയുകയാണ്, ഇത് മാറ്റിത്തരുവാൻ നിങ്ങളുടെ ഈ പ്രതിസന്ധികളെ, അത് ഇപ്പോൾ നിങ്ങൾ അകപ്പെടുമെന്ന് നിങ്ങൾ പേടിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ നീയുമായുള്ള ആ ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക്, എനിക്കുണ്ടായിരുന്ന ആ യഥാർത്ഥമായിരിക്കുന്ന ആ തീരുമാനത്തിലേക്ക് ഞാൻ വരികയാണ്. കർത്താവെ, ഇനി ഞാൻ പിന്തിരിയത്തില്ല, ഇനി ഞാൻ മാറിപ്പോകത്തില്ല. ഞാൻ യഥാർത്ഥമായി നിന്റെ വഴികളിലേക്ക്, ഞാൻ നിന്നോട് പറഞ്ഞ ആ തീരുമാനങ്ങൾ ഞാൻ അനുഷ്ഠിക്കാം, ഞാൻ ആ വഴിയിലേക്ക് യഥാർത്ഥമായി വരാം എന്നുള്ള തീരുമാനത്തോടെ കർത്താവിലേക്ക് വരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.